ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് സെക്കൻഡ് ഡേ ഇൻ വെക്സ്ഫോർഡാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പോൾ കാണാം, രാവിലെ തന്നെ യാത്രയ്ക്ക് പോകാനായി ഒരുങ്ങുന്ന ഞങ്ങൾ മൂവർ സംഘം. പക്ഷേ കഥയിൽ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഇന്നും ഇന്നലെ പോയ കഥയല്ല, ഇത് കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഞാൻ പോയതാണ്. പക്ഷേ ഇപ്പോഴാണ് എനിക്കൊന്ന് സെറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഇത് കണ്ടോ, ബസ്സില്ലാഞ്ഞിട്ട് ഞങ്ങൾ ടാക്സി എടുത്ത് പോവുകയാണ്. കാരണം അന്നൊരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. ഞങ്ങൾ റോസ്ലെയർ പോകാനാണ് പ്ലാൻ ചെയ്തത്. ദൈവം സഹായിച്ച് അന്ന് ബസ് ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ കയറി ചെന്ന് റോസ്ലെയർ ഇറങ്ങി. അപ്പോൾ ഒരു അമ്മച്ചി വഴികാട്ടിയായി ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നടന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. ഇതാണ് റോസ്ലെയർ ബീച്ച്. കുറച്ച് കുട്ടികളൊക്കെ ഒന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ട് ഒരു അമ്മച്ചി കിടന്ന് നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. അമ്മച്ചിയുടെ വീഡിയോടെ എനിക്ക് പറ്റിയില്ല. ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചപ്പോൾ ഞങ്ങൾക്ക് വിഷമപ്പോൾ ഞങ്ങൾ പിന്നെ സൂപ്പർ വാല്യൂ കയറി റാപ്പൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു യൂറോപ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലമെല്ലാം കണ്ടു. അതെന്താ ഇവിടെ പോകാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ നെയ്ബർ പുള്ളി ഐറിഷുകാരനാണ്. പുള്ളിയാണ് പറഞ്ഞത് പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ കുറേ കപ്പലൊക്കെ കാണാനുണ്ടെന്ന്. കപ്പലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റത്തില്ല എന്നുള്ള സത്യം ഞങ്ങൾ അപ്പോഴാണ് മനസ്സിലാക്കിയത്. പിന്നെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻലി എനിക്കൊന്ന് കിളികൾക്കൊക്കെ വരാനും പിന്നെ ഈ രാവിലെ ജോഗിങ്ങിന് പോകുന്നവർക്കും മറ്റേ പട്ടിക്കുട്ടിനെ കൊണ്ട് പോകുന്നവർക്കൊക്കെ വേണ്ടിയുള്ളൊരു സ്പേസ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഏരിയ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ താമസിക്കുന്നത് മറ്റേ വെക്സ്ഫോർഡൊക്കെ നമ്മുടെ ഡബ്ലിൻ പോലെയല്ലോ, ഉള്ളിലോട്ട് കയറിയിട്ടുള്ള ഏരിയ. അപ്പോൾ എപ്പോഴും ബസ് സർവീസ് ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വരണ്ടോന്ന്, അതുകൊണ്ട് അധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ 2 ദിവസത്തേക്ക് വേണ്ടിയാണ് അവിടേക്ക് പോയതും. പിന്നെ അതേം തിരിച്ച് വന്ന് ഞങ്ങൾ സിറ്റിയിലെ കടകളിലൂടെ എല്ലാം കയറി നിരങ്ങി. ഒരു കട പോലും വിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ കടയിലൂടെയും കയറി നിരങ്ങി. പിന്നെ ഇവിടെ മുട്ടിന് മലയാളീസ് ആണ് കേട്ടോ. എവിടെ പോയാലും മലയാളി അത് തന്നെ. പിന്നെ ഞങ്ങളിങ്ങനെ കയറി കുറേ ഫ്രണ്ട്സൊക്കെ ഒക്കെ വഴി വെച്ച് കണ്ടു, വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛന് തലവേദന എടുക്കുന്നു, ചായ കുടിക്കണം. ചായയാണോ കോഫിയോ എന്തോ സംതിങ് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന എന്തോ സാധനം മേടിച്ച് വെച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പണ്ട് മുതലേ പിന്നെ എനിക്ക് ഇതിനോടൊന്നും വലിയ പ്രിയമില്ല. നമ്മൾ പച്ചവെള്ളത്തിൻ്റെ ആളാണ്. അത് കാരണം കൊണ്ട് ഇവരിരുന്ന് എനിക്ക് തോന്നുന്നു ക്യാപ്പച്ചിനോ എന്തോ ആണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്ത് എന്തോ കഴിക്കുന്നുണ്ടായിരുന്നു, അല്ല കുടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ നടക്കുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞു. എൻ്റെ പുറകിൽ മറ്റേ ബാഗിൽ കാണുന്ന ഒരു ഇത് കണ്ടു. അതെൻ്റെ ഫ്രണ്ട് ഞങ്ങൾ മറ്റേ ബ്രേയിൽ പോയി കളിച്ചപ്പോൾ മറ്റേ അതിന് കൂവിനിട്ടിട്ട് എടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല, അറിയാവുന്നൊരു കമൻറ്റ് ബില്ലോ ആ സാധനം മേടിച്ചായിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് തോന്നിക്കുന്ന വിധം കുറച്ച് ഷോ ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി കേട്ടോ. പിന്നെ ഒരു വഴിക്ക് പോയതല്ലേ എന്നോർത്ത് കുറേയൊക്കെ വാങ്ങിക്കൂട്ടി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു ഞാൻ പോകേണ്ടത്. അപ്പം ഞാൻ അവരോടെല്ലാം യാത്ര പറഞ്ഞ് പോകാനിറങ്ങുന്ന രംഗമാണ് അച്ചു ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അച്ഛനോട് ചെറിയൊരു വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ അച്ചു ഇത്രമാത്രം ഡീറ്റെയിലൈസ് ചെയ്തെടുക്കുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ ഓരോ മൂമെൻറ്റ്സും അവൾ കൃത്യമായി പകർത്തുന്നുണ്ടായിരുന്നു ക്യാമറയിലൂടെ. പിന്നെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ബിജിലി വന്നായിരുന്നു. പിന്നെ ഞാനും ബിജിലിയും കൂടിയാണ് പോയത്. ബിജിലി എന്നെ ബസ്സിൽ കയറ്റി ഇരുത്തി ഞാൻ സുരക്ഷിതയാണ് എന്ന് മനസ്സിലാക്കി ആയിട്ടാണ് എന്നെ യാത്ര പറഞ്ഞു വിട്ടത്. ഞാൻ അവളോട് പൊക്കോ എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. മതി പൊക്കോ എന്ന്. പക്ഷേ പുള്ളിക്കാരി പോയൊന്നുമില്ല. ഞാനിരുന്ന് സീറ്റിൽ ഇരുന്ന് ഞാൻ കംഫർട്ടബിൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് അവൾ പോകുന്നത്. ആ രംഗങ്ങൾ നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും. പിന്നെ എൻ്റെ അടുത്ത് വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് സാരില്ല, നമുക്ക് ഇനിയും വരാമല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വെക്സ്ഫോർഡിൻ്റെ യാത്ര. അപ്പോൾ ബൈ ഗായ്സ്.